എന്താണ് ഇമേജ് എന്ന് നോക്കുന്നു. ഇമേജ് എങ്ങനെയാണ് എടുക്കുന്നത്, അതേപോലെ തന്നെ ആ എടുക്കുന്ന ഇമേജ് ഡിജിറ്റലി എങ്ങനെ ഫോർമേഷൻ എങ്ങനെയാണ് നോക്കണം. പിന്നെ ഇമേജിൻ്റെ ഫങ്ഷൻസ്, ഈ ഡിജിറ്റൽ ഇമേജസ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത്. എന്താണ് ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 2 ഡയമെൻഷണൽ സിഗ്നൽ ആയിരിക്കും. 2 ഡയമെൻഷണൽ സിഗ്നൽ എന്താണെന്ന് പറയുന്നത്, നമുക്ക് അതിന് സിംഗിൾ ഡയമെൻഷണൽ സിഗ്നൽ എന്താണെന്ന് പറയുന്നത്. സിംഗിൾ ഡയമെൻഷണൽ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും. ഫോർ എക്സാമ്പിൾ ECG. നമുക്കിത് ഈ പറഞ്ഞ ഇതിൽ ഇൻഫർമേഷൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഈ സിഗ്നലുകളിൽ ഇൻഫർമേഷനാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിന് ഒരു വൺ ഡയറക്ഷൻ സിഗ്നലുകൾക്ക് മറ്റുദാഹരണം സൗണ്ടൊക്കെ ഒരു 1 ഡയറക്ഷൻ സിഗ്നലാണ്. 2D ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമേജസ് 2D സിഗ്നൽസാണ്. ഇമേജ് അക്വിസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റിയൽ വേൾഡിൽ ഇപ്പോൾ ഒരു കാണുന്ന സംഭവങ്ങൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മൾ ഇമേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്താ വേണ്ടത്? ഇമേജ് സെൻസേഴ്സ് വേണം. അത് ആ ഇമേജ് സെൻസേഴ്സാണ് എന്താ പറയുക, ലൈറ്റ് സോഴ്സ് ഫോട്ടോൺസ് ആണ്. പക്ഷേ അത് ഫോട്ടോൺസിനെ ഇലക്ട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇമേജ് സെൻസേഴ്സ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ ഇമേജ് ഫോർമേഷനിൽ. അപ്പോൾ A എന്ന് പറയുന്നത് ലൈറ്റ് സോഴ്സ് ആണ്, എനർജിയാണ്. B എന്ന് പറയുന്നത് എലമെൻ്റാണ്, സെൻസ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. പിന്നെയുള്ളത് ഒരു സ്പെക്ട്രമാണ്, ഇമേജിംഗ് സ്പെക്ട്രം. ഇമേജ് സ്പെക്ട്രത്തിൽ ഒരു ലെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഈ ലൈറ്റ് സോഴ്സ് എലമെൻറ്റിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ തട്ടി ഈ ഇമേജിംഗ് സിസ്റ്റത്തിൽ വന്ന് റിഫ്ലക്ട് ചെയ്ത് ലെൻസിൽ റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇമേജ് പാനലിൽ ഇത് വന്ന് പതിക്കുന്നത്. ഇമേജിൽ പാനലിൽ നമ്മൾ പതിക്കുമ്പോഴാണ് നമുക്കിത് എന്താ പറയുക അനലോഗ് സിഗ്നൽ ആകുന്നത്. ഈ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന പ്രോസസ്സാണ് ഡിജിറ്റൽ ഇമേജ് ഫോർമേഷനിൽ വരുന്നത്. ഇപ്പോൾ ഇമേജ് ഒരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിൽ അത് 2 ഡയമെൻഷണൽ ഫംഗ്ഷൻ ആയിരിക്കും. F(x, y). അപ്പോൾ എക്സും വൈയും സെപ്പറേറ്റ് പ്ലെയിൻ കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് F എന്ന് പറയുമ്പോൾ അതിലൊരു പെയർ കോർഡിനേറ്ററിൽ അതിൽ ഇൻഫർമേഷൻ ഇൻറ്റൻസിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ ഗ്രേ ലെവൽ ഉണ്ടാവാം, അല്ലെങ്കിൽ കളർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒരു ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഈ ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും ഈ X, Y എന്നുള്ളത്. ഈ ആംപ്ലിറ്റ്യൂഡ് വാല്യൂവിൻ്റെ എല്ലാം ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് എഫിൻ്റെ ആംപ്ലിറ്റ്യൂഡ് X, Y ആണെങ്കിൽ ഈ പോസിറ്റീവ് സ്കെയിലർ ക്വാണ്ടിറ്റി അത് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അത് എനർജി റേഡിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫിസിക്കൽ സോഴ്സ് ഇന്ന് ഈ എനർജി റേഡിയേറ്റ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിൽ തട്ടി വരുന്നതും ഇതിൻ്റെ ഈ സ്പെക്ട്രത്തിൽ തട്ടി പാനലിൽ വരുന്നത് അതും പ്രൊപ്പോർഷണലായിരിക്കണം. അപ്പോൾ ആ പ്രൊപ്പോർഷണൽ വാല്യൂ എപ്പോഴും 0 വലുതും അതേപോലെ തന്നെ ഇൻഫിനിറ്റിക്ക് താഴെയായിരിക്കും. അതായത് 0 ഗ്രേറ്റർ ദാൻ F(x, y) സ്മോളർ ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഡിജിറ്റൽ ഇമേജസ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു 2 ഡയമെൻഷണൽ അറേ ആയിരിക്കും, മാട്രിക്സ് ആയിരിക്കും. M*n എന്നുള്ള രീതിയിൽ, M എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളം, N എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ. അപ്പോൾ ഇതിപ്പോൾ ഒരു ഗ്രേ സ്കെയിൽ ഇമേജാണ് എക്സാമ്പിൾ ആയിട്ട് കഴിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് 256, ഇതിൻ്റെ വിഡ്ത്ത് 256. അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂസിലും ഒരു 8 ബിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ 8 ബിറ്റ് ആണെങ്കിൽ നമുക്ക് ഇത് എത്ര മെമ്മറി വേണ്ടി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 256 × 8 എത്രയും മെമ്മറി ആയിരിക്കും ഇതിന് ആവശ്യമുള്ളത്. ഇതിൽ 250 ഇപ്പോൾ ഓരോ ഈ പിക്സലിൻ്റെ ഗ്രേ സ്കെയിൽ ഇൻറ്റൻസിറ്റി 0 ആണെങ്കിൽ അത് ബ്ലാക്ക് ആയിരിക്കും, 255 ആണെങ്കിൽ വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഡിജിറ്റൽ ഇമേജസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കളർ ഇമേജസ് ആണെങ്കിൽ ഈ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂകളിൽ എന്താ പറയുക, അത് പലതരം കളർ ഇമേജസ് ഉള്ളതുകൊണ്ട് തന്നെ പല രീതിയിലായിരിക്കും ചാനലുകൾ ഉണ്ടാവുക. ഇപ്പോൾ RGB ആണെങ്കിൽ 3 പ്ലെയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 ചാനലുകൾ ഉണ്ടാവും. LAB, HSB ഇതിലൊക്കെ 3 ചാനലുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചാനൽ 8 ബിറ്റ് ആണെങ്കിൽ 3 ചാനൽ ആണെങ്കിൽ 24 ബൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 24 ബൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോ സെക്ഷനിലും ഒരു 8 വാല്യൂസും ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ ഈ കളർ ഡിജിറ്റൽ ഇമേജസിൻ്റെ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഇമേജ് എന്താണെന്ന് പഠിച്ചു, ഇമേജ് അക്വിസിഷൻ അക്വിസിഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു, ഈ ഡിജിറ്റൽ ഇമേജിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഈ ഇമേജിൽ ഫംഗ്ഷനും അതുപോലെ തന്നെ ആ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള മാട്രിക്സും എങ്ങനെയാണ് വർക്കുന്നത് വെച്ചു, അതിൻ്റെ മെമ്മറി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്നും ഒക്കെ നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചു. താങ്ക് യു.